നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റെസ്യൂമെ അഡ്വൈസ് നമ്മൾ ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസ്യൂമെ അഡ്വൈസിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റെസ്യൂമേഴ്സ് ആണ് ഈ ഒരു വീഡിയോ കൂടി നിന്ന് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയുകയാണ്. ഫസ്റ്റ് തിങ്, അയച്ചിട്ടുള്ളവരുടെ പ്രൈവസി കൺസേൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും പേരും കണക്ട് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും മാസ്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു ഡിസ്ക്ലെയിമറാണ്. റിക്രൂട്ട്മെൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ദർ ഷുഡ് ബി ഡിസ്ക്ലെയിമർ. അതായത് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല നടക്കുക. റെസ്യൂമെ, ഇൻ്റർവ്യൂ, ഇതിനൊന്നും ഒരു റിട്ടൺ റൂളൊന്നുമില്ല. ഇങ്ങനെ തന്നെ റെസ്യൂമെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ആൻസർ ചെയ്യാവുള്ളൂ എന്നൊക്കെ. ഇറ്റ്സ് അബൌട്ട് ബേസിക് കോമൺ സെൻസ് ആൻഡ് ലോജിക്. സോ ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് ലോജിക്കലി അങ്ങനെ ശരിയാണല്ലോ എന്ന് റീസൺ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം 100% ശരിയാണെന്ന് ഞാനിവിടെയും സമർത്ഥിക്കുന്നില്ല. നിങ്ങൾക്ക് സെൻസിബിൾ ആണെന്ന് തോന്നുന്നവ മാത്രം എടുക്കുക. ബാക്കിയുള്ളവ ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ദാറ്റ്സ് റൈറ്റ്, ജസ്റ്റ് ഇഗ്നോർ. ഓക്കെ, കാരണം അതിൻ്റെ പേരിൽ നമുക്കിനി ഒരു ഫൈറ്റിൽ നിന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ് വർക്ക്. അപ്പോൾ നമുക്ക് റെസ്യൂമെ അഡ്വൈസിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസ്യൂമെ വന്നിട്ടുള്ളത് ഫുഡ് ടെക്നോളജി കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെയാണ്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാനെപ്പോഴും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നിടത്തോളം പെർഫെക്റ്റ് ആക്കി വെക്കാം എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസ് ലെറ്റേഴ്സോ ഒന്നുമല്ല. ദാറ്റ് ഈസ് യുവർ റെസ്യൂമെ. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, സോ അത് മാക്സിമം ബെസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു കാര്യം കൂടെ ചെയ്യാം. പ്രൈവസി കൺസേൺസ് കാരണം ഇവിടെ ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് മാറ്റിയിട്ട് ഞാൻ അവിടെ എൻ്റെ പേര് പ്ലേസ് ചെയ്യുകയാണ്. ഞാൻ പറയുമ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യുകയാണ്. സോ ഈ റെസ്യൂമയുടെ ഫയൽ നെയിം അനന്തു വാസുദേവ് റെസ്യൂമെ എന്നാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റെസ്യൂമെ ഓഫ് അനന്തു വാസുദേവ് എന്ന രീതിയിലേക്ക് കുറച്ചും കൂടി ട്വീക്ക് ചെയ്യാം. വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് ടേക്ക് 2 seconds. ഓക്കെ, റെസ്യൂമെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 1 page പ്ലെയിൻ റെസ്യൂമെയാണ്. ദിസ് ഈസ് ഫൈൻ. ഞാൻ പൊതുവേ ടെംപ്ലേറ്റ് കളർഫുൾ ഡിസൈൻ റെസ്യൂമേസ് റെക്കമെൻഡ് ചെയ്യാറില്ല. ഇതിൽ ഏറ്റവും മുകളിൽ പേര് കൊടുത്തിട്ടുണ്ട്, ഫൈൻ. പക്ഷേ തൊട്ട് താഴെ താങ്കൾ ആരാണെന്ന് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സോ താഴേക്ക് നോക്കുമ്പോൾ ഫുഡ് ടെക്നോളജി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ട്രെയിനി ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇഫ് യുവർ റോൾ ഈസ് ഫുഡ് ടെക്നോളജിസ്റ്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ BSc ഫുഡ് ടെക്നോളജി ഗ്രാജുവേറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ താങ്കളുടെ പേര് കാണുമ്പോൾ താങ്കൾ ആരാണെന്ന് മനസ്സിലാവുന്നത് നന്നായിരിക്കും. ഫോൺ നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്, ഫൈൻ. താഴെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നം പറ്റിയിട്ടുള്ളത് താങ്കളുടെ പേര്, അതായത് linkedin.com/in കഴിഞ്ഞിട്ട് പേര് കഴിഞ്ഞിട്ട് ഒരു ആൽഫ ന്യൂമറിക് നമ്പറും ക്യാരക്ടേഴ്സും ആൽഫബറ്റ്സും വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ UTM സോഴ്സ് ഷെയർ, UTM ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ആവശ്യമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ലിങ്ക്. ആ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് വരുന്നത് വരെ ലിങ്ക് ഉള്ളൂ. അപ്പം ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് മാത്രമായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫൈൻ. ലിങ്ക്ഡിൻ്റെ ബാക്കി ഞാൻ കമൻസ് പിന്നീട് ഷെയർ ചെയ്യാം. തിരിച്ച് റെസ്യൂമേയിൽ വരുമ്പം കരിയർ ഒബ്ജക്റ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്, ടു ഒബ്റ്റെയിൻ ചലഞ്ചിങ് ടെക്നോളജി പൊസിഷൻ. ഓക്കെ, ഞാൻ 2013 തൊട്ട് റിക്രൂട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഓൺ ആൻ ആവറേജ് ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഏറ്റവും മിനിമം ഒരു 100 റെസ്യൂമെ പെർ ഡേ കാണും. സോ യു ക്യാൻ ഇമാജിൻ എത്രത്തോളം റെസ്യൂമേസ് വായിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മളൊരു സ്ഥിരം ടെംപ്ലേറ്റ് കണ്ടൻറ്റ് എടുക്കുമ്പം നമുക്ക് ആദ്യം വരുന്നൊരു ഇംപ്രഷൻ നെഗറ്റീവ് ആയിരിക്കും. ടു ഒബ്റ്റെയിൻ എ ചലഞ്ചിങ് പൊസിഷൻ, സീക്കിങ് എ ചലഞ്ചിങ് പൊസിഷൻ, അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ദ കമ്പനി വിത്ത് ഗ്ലോബൽ ഔട്ട്ലുക്ക് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറേ ക്ലീഷേ റെഗുലർ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നിന്നും മാറ്റി ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യും. സോ എഗെയിൻ ഈ കണ്ടന്റിലേക്ക് വരുമ്പോൾ ടു ഒബ്റ്റെയിൻ ചലഞ്ചിങ് ഫുഡ് ടെക്നോളജിസ്റ്റ് പൊസിഷൻ. സോ ഇവിടെ ഫുഡ് ടെക്നോളജിസ്റ്റ് എന്നുള്ള പൊസിഷനിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഇൻ ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ലാബ് അനാലിസിസ്. പക്ഷേ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത്ര ദീർഘമായ എക്സ്പീരിയൻസ് പറയാനുമില്ല. യു ഹാവ് ജസ്റ്റ് എ ട്രെയിനിങ് എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ അതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിനൊരു പ്രൊഫൈൽ സമ്മറി പോലെ കാണുക. ഇതിനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ദർ ഈസ് BTech ഫുഡ് ടെക്നോളജി, ദർ ഈസ് BSc ഫുഡ് ടെക്നോളജി. അപ്പം BSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ആളാണ്. ദെൻ യു ഹാവ് HACCP ലെവൽ 3 സർട്ടിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ഉള്ള ഒരാളാണ്. ഇത്ര നാളത്തെ ഇൻറ്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് ഹാവിങ് എക്സ്പെർട്ടൈസ് ഇൻ ദീസ് തിങ്സ്. അപ്പം അങ്ങനെ റെസ്യൂമേയുടെ ഒരു ബ്രീഫ് ഒരു 1 long സെൻറ്റൻസിലോ 2 sentences ആക്കിയിട്ട് ഒരു 2 or 3 ലൈൻസിൽ നിർത്തുകയാണെങ്കിൽ ഈ റെസ്യൂമയുടെ ഒരു നട്ട്ഷെൽ അവിടെ പ്രൊഫൈൽ സമ്മറി ആയിട്ട് വരും. സോ അങ്ങനെ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പീരിയൻസ് താഴെ കൊടുത്തിട്ട് എഡ്യൂക്കേഷനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഐ ബിലീവ് ദാറ്റ് ഈസ് ബിക്കോസ് എക്സ്പീരിയൻസ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും. കാരണം നമുക്ക് പ്രോപ്പർ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളെപ്പോഴും ക്വാളിഫിക്കേഷന് മുകളിലാണ് എക്സ്പീരിയൻസ് വെക്കേണ്ടത്. ഇനിവേ ഞാൻ ഈ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞു പോവാം. എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫുഡ് ടെക്നോളജി. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് -- ഇവിടെ കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റി രണ്ടിൻ്റെയും പേര് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
വെക്കുകയാണെങ്കിൽ തന്നെ എല്ലായിടത്തും വെക്കുക. ഇപ്പോൾ താഴെ +2ൻ്റെ സ്കൂളിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ബോർഡിൻ്റെ പേരില്ല. നമ്മളതൊരു യൂണിഫോമായിട്ട് കൊണ്ടുപോകുന്നു. 2, ഇവിടെ കോളേജിൻ്റെ പേര് കഴിഞ്ഞിട്ട് ആ എക്സാക്ട് സ്ഥലത്തിൻ്റെ പേരേ ഉള്ളൂ. എപ്പോഴും ജില്ല മിനിമം ഉണ്ടായിരിക്കും. ഇപ്പോൾ താങ്കളുടെ ഈ പെർട്ടിക്കുലർ സ്ഥലം ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽപ്പെട്ടവർക്ക് അപ്പുറത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇത് എവിടെയെന്ന് അറിയാം. നമ്മുടെ സ്ഥലം വെക്കുന്നത് അത് എവിടെയാണെന്ന് അറിയാനും കൂടിയാണല്ലോ. അപ്പോൾ ജില്ല എപ്പോഴും ലൊക്കേഷൻ ഉണ്ടായിരിക്കുക, നമ്മൾ ആ സ്പെസിഫിക് പോയിൻ്റ് ഒഴിവാക്കുക. അപ്പം അത് ഒന്ന് മെൻഷൻ ചെയ്യുക. യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല, പക്ഷേ അത് കോളേജ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാവും നല്ലത്. ഓർ ഇത് ഏത് വെക്കണം എന്നൊരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, കോളേജ് ഒരു നല്ല കോളേജ് ആണെങ്കിൽ യു ക്യാൻ കീപ് ദ നെയിം ഓഫ് ദ കോളേജ്. യൂണിവേഴ്സിറ്റിയാണ് നല്ലതെങ്കിൽ അത് വെക്കാം. ഇനി കോളേജോ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അത്ര നല്ലതല്ല, ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉള്ളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, മറ്റേത് വെക്കുക. അപ്പം കോളേജ് ഒരു എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നാൽ അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പുറത്ത് തോന്നപ്പെടുന്നൊരു കോളേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കേട്ടുപരിചയമില്ലാത്തൊരു കോളേജ് ആണെങ്കിൽ കീപ് യൂണിവേഴ്സിറ്റി. സോ ദാറ്റ് കംപ്ലീറ്റ് ഡിപ്പെൻസ് ഓൺ. പിന്നെ ഹയർ സെക്കൻഡറി കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യലൈസേഷൻ ഇല്ല. ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിനുശേഷം സ്കൂളിൻ്റെ പേരിൽ കുറേ ഇനിഷ്യൽസ് മാത്രമായിട്ട് ലെറ്റേഴ്സ് മാത്രമാണ്. നമ്മളത് ലോക്കലി യൂസ് ചെയ്യുമ്പം ABBBCCC HSS എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വെക്കും. പക്ഷേ റെസ്യൂമേ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ഡോക്യുമെൻ്റ്, അവിടെ വെക്കുമ്പോൾ എപ്പോഴും ഷുഡ് ബി പ്രോപ്പർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ ഉപയോഗിക്കുക. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ND എന്ന പോലെ തന്നെ കൊടുക്കുക. ആൻഡ് അവിടെയും ഒരു ചെറിയ സ്ഥലപ്പേര് മാത്രമേ കൊടുത്തിട്ടുള്ളത്, അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ജില്ല എപ്പോഴും ഉണ്ടാവുക. വർക്ക് എക്സ്പീരിയൻസിലേക്ക് വരുമ്പം അവിടെയും ജില്ല മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ കണ്ടൻറ്റിലേക്ക് വരുമ്പം ഇവിടെ ചിലത് ഈ ടെൻസിനകത്ത് വ്യത്യാസമുണ്ട്. പാസ്റ്റും പ്രസൻറ്റും മാറി മാറി വരുന്നുണ്ട്. ഒരു കഴിഞ്ഞു പോയൊരു ജോലിയാണെങ്കിൽ, കഴിഞ്ഞു പോയ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ പാസ്റ്റ് ടെൻസ് യൂഷ്വലി. ഓക്കെ, പിന്നെ ഈ പ്രസൻറ്റ് ടെൻസ് കൊടുക്കുമ്പോൾ ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി പരസ്യം ചെയ്യുന്ന സമയത്ത് പലരും അതെടുത്ത് കോപ്പി ചെയ്തിട്ട് റെസ്യൂമിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും, റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളുടെ രീതിയിൽ. അത് ആ ടെൻസ് പോലും മാറ്റാതെ. അപ്പം ഇപ്പം അത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്തു വരുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പം ചിലപ്പം അങ്ങനത്തെ ഒരു ടെൻസിലും കൂടി കാണുമ്പോൾ അത് കോപ്പി അടിച്ച് വെച്ചതാണ് എന്നൊരു ഫീലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്യുക. പ്രീവിയസ് എക്സ്പീരിയൻസിൽ, ട്രെയിനിങ് എക്സ്പീരിയൻസിലും സെയിം തിങ് രണ്ടിടത്തുണ്ട്. അതായത് ഇംപ്ലിമെൻറ്റഡ് ദ HACCP ആൻഡ് GMP ഉണ്ട്. അത് സെക്കൻഡ് എക്സ്പീരിയൻസിൽ അവിടെ ഇംപ്ലിമെൻറ്റഡ് എന്നാണ് കൊടുത്തത്. പഴയ എക്സ്പീരിയൻസിൽ ഇംപ്ലിമെൻ്റ് എന്ന് മാത്രമാണ്, അത് ഇംപ്ലിമെൻറ്റഡ് എന്നല്ല. അത് പക്ഷേ കുറച്ചുകൂടെ പഴയതാണ് താനും. കറക്റ്റ് ചെയ്യുക. പിന്നെ ഇൻറ്റേൺഷിപ്പ് വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പിനെ ഒരു സെപ്പറേറ്റ് ഹെഡിങ് ആക്കാം. ഇൻറ്റേൺഷിപ്സ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിലേക്ക് മാറ്റാം. എക്സ്പീരിയൻസിന് അണ്ടറിൽ വെക്കണമെന്നില്ല. ദെൻ സർട്ടിഫിക്കേഷൻസിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല ആൾക്കാരും റീസെൻ്റ്ലി ചെയ്തു വരുന്നൊരു വലിയ അബദ്ധം എന്ന് പറയുന്നത്, സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ സർട്ടിഫിക്കേഷൻ. യു ഹാവ് മെൻഷൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ ഫുഡ് ടെക്നോളജി. ഓക്കെ, സോ ഫുഡ് ടെക്നോളജിയുടെ BSc കോഴ്സ് കഴിഞ്ഞപ്പം താങ്കൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എ സർട്ടിഫൈഡ് ഒരു സംഗതി അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, SSLCക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. അപ്പം ഓരോന്നിനും ഓരോന്നിൻ്റെ അണ്ടറിൽ കൊണ്ടുവരേണ്ടതാണ്. ഫുഡ് ടെക്നോളജിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഓൾറെഡി നമ്മൾ ക്വാളിഫിക്കേഷൻ അവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ സർട്ടിഫിക്കേഷൻ, ദാറ്റ്സ് എ ക്വാളിഫിക്കേഷൻ. ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഭാഗത്ത് വരുന്നതാണ്. ഇപ്പം HACCP ലെവൽ 3 സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ താഴേക്ക് വരുമ്പോൾ 3 സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ഇന്നോവേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണോ? ഇത് എങ്ങനെ വരുന്നത്? ഇപ്പോൾ HACCP കഴിയുമ്പോൾ അതൊരു സർട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് എ സർട്ടിഫിക്കേഷൻ. ഇതൊക്കെ ഒരു കോഴ്സാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി എൻ്റെ ഹെഡിങ്. അഡീഷണൽ കോഴ്സസ് എന്നൊരു ഹെഡിങ്ങിലേക്ക് പോകണം. അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റിൻ്റെ സ്പെല്ലിങ്ങിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. മൈക്രോസോഫ്റ്റ് 2 വേർഡ്സ് അല്ല. ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. ആ വേർഡ്, എക്സൽ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ കൊടുക്കാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ? അതൊരു കോഴ്സ് ചെയ്തതാണെങ്കിൽ അത് അഡീഷണൽ കോഴ്സിൽ വെക്കുക. അഡീഷണൽ കോഴ്സിൽ ഇത് ഏതെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് ഓഫീസ് അതിൻ്റെ കോഴ്സിൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ ആ പേര്, ആരാണ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തത്, അതായത് ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തതോ കോഴ്സ് കണ്ടക്ട് ചെയ്തതോ ആയ സ്ഥാപനത്തിൻ്റെ പേരിൽ, അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് അത് കിട്ടിയ മാസം, വർഷം. അത് ഈ സർട്ടിഫിക്കേഷൻസ് എല്ലായിടത്തും മാസം, വർഷം ഉൾപ്പെടെ അത് കൊടുക്കുക. സോ ഏതാണ് ആ കണ്ടൻറ്റും ഹെഡിങ്ങും കറക്റ്റായിട്ട് മാച്ചിങ് ആയിരിക്കും. ദെൻ ദർ ഇസ് അഡീഷണൽ ഇൻഫർമേഷൻ, ടെക്നിക്കൽ സ്കിൽസ്, അനലിറ്റിക്കൽ, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ്. കമ്മ്യൂണിക്കേഷനൊക്കെ എപ്പോഴാണ് ടെക്നിക്കൽ സ്കിൽസ് ആവുന്നത്? സ്കിൽസ് എന്ന് പറയുന്നൊരു മേജറായിട്ടുള്ളൊരു മെയിൻ ഹെഡിങ് ആണ്. സോ അതിവിടെ ഇല്ല. അഡീഷണൽ ഇൻഫർമേഷനകത്ത് ടെക്നിക്കൽ സ്കിൽസ് എന്ന ഹെഡിങ് മാത്രമേ ഉള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ആണ്. ഈതർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടോ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഹെഡ് കൊണ്ടുവരിക. അതല്ലെങ്കിൽ ഈവൻ യു ക്യാൻ ഡിവൈഡ് സോഫ്റ്റ് സ്കിൽസും പ്രൊഫഷണൽ സ്കിൽസോ അല്ലെങ്കിൽ ഹാർഡ് സ്കിൽസോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസോ, അങ്ങനെ 2 ഡിഫറെൻറ്റ് സ്കിൽസിൻ്റെ പേരിൽ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സ്കിൽസ് എന്ന് മാത്രമായിട്ടും കൊടുക്കാം. ദെൻ യു ഹാവ് ടു
ലിസ്റ്റ് ദ സ്കിൽസ് ദെയർ. അതൊരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. സോ അനലിറ്റിക്കൽ സ്കിൽസ് ആവാം, കമ്മ്യൂണിക്കേഷൻ ആവാം, പ്രോബ്ലം സോൾവിങ് ആവാം, ലീഡർഷിപ്പ് ആവാം, ഇതൊക്കെ ഫൈൻ. ഇതൊക്കെ താങ്കൾക്ക് ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. കാരണം റെസ്യൂമെ പാസ്സായി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ സ്കിൽസ് നമുക്കുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ ഒരു നല്ല റിക്രൂട്ടർ ശ്രമിക്കുമ്പോൾ നമ്മളവിടെ പ്രശ്നമായി പോകരുത്. ഓക്കെ, അപ്പം സ്കിൽസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ ലാംഗ്വേജസ്, ഇൻട്രസ്റ്റ്. ഈ അഡീഷണൽ ഇൻഫർമേഷൻ ഐ വുഡ് സജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഒരു ഹെഡിൽ മെൻഷൻ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, യുവർ കറൻറ്റ് ലൊക്കേഷൻ. താങ്കളിപ്പോൾ എവിടെയാണുള്ളത്, ഏത് നാട്ടിലാണ് എന്നുള്ളത് അറിയില്ല. സോ കറൻറ്റ് ലൊക്കേഷൻ കൊടുക്കുക. ആൻഡ് ലാംഗ്വേജസ് അവിടെ മെൻഷൻ ചെയ്യാം. ഇൻട്രസ്റ്റ്, ഹോബീസ് ഒന്നും റെസ്യൂമിൽ ആവശ്യമുള്ള കാര്യമല്ല, ഒഴിവാക്കുക. പിന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ലൊക്കേഷൻസിലെല്ലാം കേരള, ഇന്ത്യ എന്നായിരിക്കണം. നാഷണാലിറ്റി കൊടുക്കാം. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ ഒരു റെസ്യൂമേയിൽ സജഷൻസ് ഉള്ളത്. സോ ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ കാണുന്നത് ഒന്ന് കവർ ഫോട്ടോ ഇല്ല, പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്. പക്ഷേ ഐ വുഡ് സജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്യുക, കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അത് പ്രൊഫൈൽ കാണുന്ന ഒരാൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നമ്മളുടെ ഫേസ് വിസിബിൾ ആവുന്ന രീതിയിൽ കുറച്ചും കൂടി സൂം ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പേരുണ്ട്, ഓക്കെ. ആൻഡ് ദ മേജർ അഡീഷണൽ ഡ്രോബാക്ക്, ഇപ്പോൾ കവർ ഫോട്ടോ ഇല്ല എന്നുള്ളതാണ് നമ്പർ 1 പ്രോബ്ലം. നമ്പർ 2, ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ ജോബ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് ഇൻഡസ്ട്രി എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹെഡ്ലൈൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഈസ് സംതിങ് ലൈക്ക്, ഇപ്പം ഐ എം ആസ്കിങ് യു ഇഫ് യു ക്യാൻ കൺവിൻസ് മീ ദാറ്റ് യു ആർ ഗുഡ് ഇൻ യുവർ ഫീൽഡ് ഇൻ ജസ്റ്റ് 10 seconds, ഞാൻ ഒരു നല്ല ജോബ് ഓഫർ ചെയ്യാം, താങ്കൾ ചോദിക്കുന്ന ശമ്പളം തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തായിരിക്കും പറയുക? ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമല്ലോ, ആ ഒരു സംഗതി ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ക്യാൻ ബി യുവർ ക്വാളിഫിക്കേഷൻസ് ആവാം, എക്സ്പെർട്ടൈസ് ആവാം, എക്സ്പീരിയൻസ് ആവാം, സ്കിൽസ് ആവാം, സർട്ടിഫിക്കേഷൻസ് ആവാം. അപ്പോൾ ആ കീ എലമെൻറ്റ്സ് ആയിരിക്കണം ഹെഡ്ലൈനിൽ വരേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ച് എഴുതുക. ദെൻ യു ഹാവ് 228 കണക്ഷൻസ്, ദാറ്റ്സ് ഫൈൻ. എബൌട്ടിലേക്ക് വരുമ്പം എബൌട്ട് ഇല്ല. സോ വി ഹാവ് 2600 ക്യാരക്ടേഴ്സ് സംതിങ്, അത്രയും സ്പേസ് ഉണ്ട്. 2000 മുകളിൽ എന്തായാലും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഓട്ടോബയോഗ്രഫി എഴുതുന്ന പോലെ നമുക്കവിടെ എഴുതാം. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തത്, ആൻഡ് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽഡ് എഴുതാം. നമുക്ക് റെസ്യൂമെയിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാം. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യു ക്യാൻ ഈവൻ ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ChatGPT ഓൾസോ. ദെൻ താഴേക്ക് വരുമ്പോൾ ആക്ടിവിറ്റീസിലേക്ക് നോക്കുമ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയത് മാത്രമേ അവിടെ ഒരു പോസ്റ്റായിട്ടുള്ളൂ. ദാറ്റ്സ് എ ഡ്രോബാക്ക്. കാരണം നമ്മൾ വി ഹാവ് ടു ബി ആക്റ്റീവ്, ലൈക്ക് പോസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കുക എന്നൊരു സംഗതി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹിയർ കംസ് ദ വേഴ്സ്റ്റ് പാർട്ട്. ഇവിടെ എക്സ്പീരിയൻസിൽ ക്വാളിറ്റി കൺട്രോൾ ട്രെയിനി ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് ദെയർ ഇൻ യുവർ റെസ്യൂമേ ഓൾസോ. ആൻഡ് റെസ്യൂമേയിൽ ഇറ്റ് വാസ് ഐ തിങ്ക് 1 year സംതിങ്. ആൻഡ് ഇവിടെ ലിങ്ക്ഡിനിൽ വരുമ്പം ദിസ് ഈസ് ജസ്റ്റ് 1 month, ഓഗസ്റ്റ് ടു സെപ്റ്റംബർ. അവിടെ അതൊരു 1 year സംതിങ് ആയിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ഓക്കെ, ഐ വിൽ ജസ്റ്റ് ചെക്ക് യുവർ റെസ്യൂമേ. റെസ്യൂമേയിൽ യു ഹാവ് മെൻഷൻ ഫെബ്രുവരി 2020 ടു ജാനുവരി 2021. ഓക്കെ, ആൻഡ് അവിടെ തന്നെ ഒരു പ്രശ്നം ഞാൻ റിയലൈസ് ചെയ്തത് ഇപ്പോൾ 2020 താങ്കൾ +2 കഴിഞ്ഞത്, വിച്ച് മീൻസ് ഷുഡ് ബി ഓൺ മാർച്ച് ഓർ സംതിങ്. ആ സമയത്ത് യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് ക്വാളിറ്റി കൺട്രോളർ ട്രെയിനി ഫെബ്രുവരി 2020. ആൻഡ് അതേസമയം 2019 സെപ്റ്റംബർ തൊട്ട് ഇൻറ്റേൺഷിപ്പ് ട്രെയിനി ആയിട്ട് യു ആർ വർക്കിംഗ്. 2019 സെപ്റ്റംബർ തൊട്ട് 2020 വരെ ഒക്ടോബർ വരെ താങ്കൾ ഇൻറ്റേൺഷിപ്പ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം അതിനിടയ്ക്ക് താങ്കൾ +2 കഴിഞ്ഞു. ഫെബ്രുവരി 2020 ഇതിൻ്റെ ഇടയ്ക്ക് താങ്കൾ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ജനുവരി 21 വരെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് താങ്കൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഇതൊക്കെയാണ് റെസ്യൂമേലുള്ള കാര്യങ്ങൾ. ആൻഡ് ഇവിടെ വരുമ്പം ദാറ്റ് ഈസ് December 22 ടു January 23 ആൻഡ് August 23 ടു September 23. അപ്പോൾ വലിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. കറക്റ്റ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി ഓർ ദാറ്റ്സ് ഡൺ. ലൈസൻസസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, ഓക്കെ. ബാക്കി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ട്. കുറച്ച് കവർ ഫോട്ടോയും ഹെഡ്ലൈനും ഒക്കെ ഇംപ്രൂവൈസ് ചെയ്യുക, മിസ്റ്റേക്സ് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് അടുത്ത റെസ്യൂമേ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, കാരണം ഇറ്റ് ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേ ഇതുപോലെ ഒരു വീഡിയോ ഫോർമാറ്റിൽ റെസ്യൂമേ അഡ്വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ റെസ്യൂമേ അഡ്വൈസ് വീഡിയോ എന്നൊരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമേയും കൂടി അയക്കാം.
ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് മാസ്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പിന്നെ എപ്പോഴും പറയാനുള്ള 1-2 ചെറിയ കാര്യങ്ങളും കൂടി, ആ നമ്പറിലേക്ക് ദയവ് ചെയ്ത് വിളിക്കരുത്. ഐ വിൽ നോട്ട് ബി പിക്കിംഗ്. ഈ ഒരു ടാബിലാണ് ആ നമ്പർ ഉള്ളത്. ഞാനിത് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ഈ ഒരു ഇത് നോക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് എടുക്കാറേ ഉള്ളൂ. സോ ഡോണ്ട് കോൾ ഓൺ ദാറ്റ് നമ്പർ. പക്ഷേ ഇൻ കേസ് ഇഫ് യു നീഡ് റെസ്യൂമേ സർവീസസ് ഓർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസസ് ഒക്കെ ആണെങ്കിൽ അതിനത് ഇപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മൈ ടീം വിൽ ഹെൽപ്പ് യു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് പറയാനായിട്ടുള്ളത്. എഗെയിൻ ഞാൻ എൻ്റെ വർക്കിൻ്റെ മറ്റു കാര്യങ്ങളുടെയൊക്കെ തിരക്കിനിടയ്ക്ക് നിന്നാണ് അല്പസമയം കണ്ടെത്തി ഈ ഒരു സപ്പോർട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. സോ ഹാവ് പേഷ്യൻസ്. എല്ലാ ദിവസവും വന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുക. ഐ എം നോട്ട് ചാർജിങ് യു എനിത്തിങ്. സോ പ്ലീസ് ഗീവ് സം ടൈം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് ആ വീഡിയോയിൽ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് വാട്സാപ്പിലാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.